എല്ലാവർക്കും നമസ്കാരം. ഏവിയേഷൻ മൈൻസിന്റെ ഒരു പുതിയ 360 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ആലപ്പുഴ ബീച്ചിന്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് നമ്മുടെ ആ കടൽ പാലം. പക്ഷെ അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി. പക്ഷെ പൊട്ടിപ്പൊളിഞ്ഞാണെങ്കിലും ഇത്ര വർഷങ്ങളായി ആളുകൾ കാണണമെന്നും അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ളൊരു പാലമാണത്, നമ്മുടെ കടൽ പാലം. പക്ഷേ ഇവിടെ പുതിയൊരു പാലം കൂടെ വന്നിട്ടുണ്ട്. അത് ഒരു ബൈപ്പാസാണ്. ആലപ്പുഴയിൽ ഒരു പുതിയ ബൈപ്പാസ് പണിത് ആ ബൈപ്പാസിൽ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നീളമുള്ള ഒരു പാലമുണ്ട്. ഇപ്പോൾ ആളുകൾ വരുന്നത് ആക്ച്വലി ആ പാലത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്താണ് ആ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ ആ പാലത്തിൽ നിന്നുള്ള സീനറിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതായത് പാലം അവിടെയാണ്, നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചും കൂടെ അടുത്ത് പോയി കാണിക്കാം. പാലത്തെ കൂടെ ഒരു ഡ്രൈവും പോവാം. പക്ഷെ ഞാൻ പാലത്തെ നിർത്തത്തില്ല, കാരണം പാലത്തെ നിർത്തരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അതൊരു അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ആകെ 2 വരി പാതയാണത്. അതിൽ നിന്ന് തന്നെ ഒരു സൈഡ് മൊത്തം വണ്ടി പാർക്ക് ചെയ്തിരിക്കുക. ഇപ്പം എനിക്ക് കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു സൈഡിൽ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും ആ കടൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ നല്ല രസമാണ്. നിങ്ങൾ ഡ്രൈവിന് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ പാലത്തിൽ നിർത്തുന്നത് ഭയങ്കര അപകടകരമാണ്. അത് ചില സമയത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ഒക്കെയാണ് ബ്ലോക്കായി കിടക്കുന്ന വണ്ടികൾ. കാരണം 2 സൈഡിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചാൽ എല്ലാവരും ഫോട്ടോ എടുക്കണം. നമ്മളപ്പോൾ എന്തായാലും ആരെയും കുറ്റം പറയുമൊന്നുമല്ല, എല്ലാവരും സ്വയം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ കാണുന്നത് ആലപ്പുഴയിലെ ബീച്ചിന്റെ സൗന്ദര്യം. നല്ല കാമായിട്ടുള്ള ബീച്ച്, ഒരു നല്ല ലെങ്തി ആയിട്ട് കിടക്കുന്ന ഒരു ബീച്ച്. ഞാൻ അടുത്ത കാലത്ത് പോയതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബീച്ചാണിത്. പണ്ട് ശംഖുമൊക്കെ ഇതുപോലെ ഇത്തിരി നീളത്തിൽ നല്ല വീതിയിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഫുള്ള് തകർന്നു. എന്താ പറയുന്നത്, അവിടെ ആക്ച്വലി ബീച്ചില്ല. ഇപ്പം ശംഖുമുഖത്ത് ഇപ്പം ബീച്ചില്ല. നിങ്ങൾ ശംഖുമുഖത്തിന്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് പോയി കാണുക. അവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ശംഖുമുഖം എന്ന് പറയുന്ന ഒരു ബീച്ച് ഇപ്പം ഇല്ല. ശംഖുമുഖത്തിന്റെ റോഡ് വരെ വെള്ളം കയറിയിട്ട് ഫുള്ള് തകർന്നു പോയിരിക്കുകയാണ്. പിന്നെ കോവളം ഇത്രയും വലുതൊന്നുമല്ല, പക്ഷെ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. പക്ഷെ ഇത് നല്ല കൊള്ളാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു നല്ല വലിയൊരു 2 പ്ലേ ഗ്രൗണ്ട്, ഒന്നല്ല 2 പ്ലേ ഗ്രൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയത്തിന്റെ അകത്തുള്ള ആ ഏരിയയുടെ അത്രയും സൈസിലുള്ളൊരു സ്ഥലം. കടലിന്റെ സൗണ്ട് ഇങ്ങനെ ഇരച്ചരച്ച് വരുന്നു. വെള്ളം ഒരുപാട് പ്രാവശ്യം വന്ന് നമ്മുടെ കാലിൽ തലോടി പോയി, നിങ്ങൾ കണ്ടു കാണും. എന്തായാലും ഞാൻ ഓൺ ദ വേ ടു എറണാകുളമാണ്. അപ്പം ഒന്ന് നിർത്തി നിങ്ങളെ ഈ ഒരു കാഴ്ചയും കൂടെ കാണിക്കാമെന്ന് കരുതി. പോകുന്ന വഴിയിൽ എന്തെല്ലാം കാണിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കാണിക്കാം. എല്ലാത്തിൻ്റെയും 360 വ്യൂ. അത് അധികം ആരും കാണിച്ചിട്ടില്ല. അധികം ആരും എന്നല്ല, മിക്കവരും കാണിക്കാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇനി സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ കാഴ്ച കാണുക. എന്നിട്ട് നമ്മൾ ഈ കടൽപ്പാലം കൂടെ കണ്ടിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നടക്കാം. എന്തായാലും ഇതുവഴി പോവുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത്. അങ്ങ് ദൂരെ ശരിക്കും ഒരുപാട് ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ കാണാം. അങ്ങ് ദൂരെയല്ല, ഇവിടെ അടുത്തുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഫിഷിംഗ് ഹാർബർ ഞാൻ കണ്ടില്ല. ഞാൻ വരുന്ന വഴിയിൽ നീണ്ടാരയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ കയറാഞ്ഞതില്ലായിരുന്നെങ്കിൽ ഒരു ഫിഷിംഗ് ഹാർബറിന്റെ ഒരു 360 കൂടെ കാണിക്കാമായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാത്തിൻ്റെയും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ മതി. എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയി നിങ്ങളെ 360 കാണിക്കും. നിങ്ങൾ ഏത് നാട്ടിലായാലും നിങ്ങൾ ആ പെർട്ടിക്കുലർ സ്ഥലത്ത് വന്ന ഒരു ഫീല് 360 വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്തായാലും ഇതുവഴി പോകുന്നു. ആ കൂട്ടത്തിൽ നിങ്ങളെ ഈ ഒരു കാഴ്ചയും കൂടെ കാണിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിചാരം എന്ന് പറയുന്നത്. പിന്നെ മിക്കയിടത്തും ഈ ഡേഞ്ചർ ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചില സമയത്ത് പെട്ടെന്ന് വെള്ളം ഇങ്ങ് കയറി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഈ കടൽപ്പാലം കണ്ടിട്ടുണ്ടോ എന്തോന്ന് എനിക്കറിയില്ല. ഞാനധികം കാണാത്തൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ആലപ്പുഴ ബീച്ചിലേക്ക് വരുന്നത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ലൈഫിൽ എന്തോ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരിക്കും. അതിൽ കൂടുതലൊന്നുമില്ല. ഇതൊരു ഇരുമ്പ് തൂണാണ്. ഇതേപോലെ കടൽപ്പാലം തകർന്നത് നമ്മുടെ വലിയ തുറയിലും ഉണ്ട്. ഞാൻ വലിയ തുറയിൽ ഇതുവരെ പോയിട്ടില്ല, വീഡിയോ എടുക്കാൻ പോയിട്ടില്ല. വലിയ തുറയിൽ ഇഷ്ടം പോലെ പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കടൽപ്പാലം. കടൽപ്പാലം ഇരുമ്പ് പാലമാണ്.
നമ്മുടെ ട്രിവാൻഡ്രത്ത് വലിയതുറയിലുള്ളത് ആക്ച്വലി കോൺക്രീറ്റ് പാലമാണ്. പക്ഷെ അതും തകർന്നു കിടക്കുകയാണ്. അതിൽ നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ട് നടക്കാം. ഇപ്പൊ കുറെ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ ഒട്ടും നടക്കാൻ പറ്റത്തില്ല. ഇത് ഫുള്ള് തൂണായിട്ടിരിക്കുകയാണ്, തുരുമ്പെടുത്തിരിക്കുകയാണ്. പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാ തൂണിലും ഫിഷിംഗ് നെറ്റ്, അതായത് മീനിന്റെ വല ഇങ്ങനെ കുരുങ്ങി കിടക്കുകയാണ്. ഒരു ചുറ്റൊന്നുമല്ല, നല്ല രീതിയിൽ ചുറ്റി ഇരിക്കുകയാണ്. അത് പിന്നെ ഊരിയെടുക്കാനൊന്നും ആരും ശ്രമിക്കത്തില്ല, കാരണം അത് കീറി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം. അപ്പം എന്തായാലും കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മളിവിടെ ഒരു ബോട്ട് പോലെ ഒരു സാധനം കണ്ട ബോട്ടൊന്നും അല്ല, ഇതൊരു ഷൂ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇത് ആക്ച്വലി ഇവർ കടലിൽ പോകുന്ന സാധനമാണ്. അതിനൊരു കയാക്കിങ് പോലത്തെ ഒരു സെറ്റപ്പ്, അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു തുഴയുണ്ട്. 2 സൈഡിൽ ഇതുള്ളത്. 2 ചേട്ടന്മാരുണ്ട്, നമുക്ക് അവരോടൊന്ന് ചോദിക്കാം ഇതെന്താ സംഭവം. 2 ചേട്ടന്മാരവിടെ നിൽക്കുന്നു. അവർ മീനിനെ പിടിച്ചിട്ട് തിരിച്ചു വന്നതാണ്. ഫുള്ള് കൊഞ്ചാണ്, കൂടുതലും കൊഞ്ചാണ്. ഇത് ആക്ച്വലി ഒരു തെർമോക്കോളിൻ്റെ ഒരു ബോട്ടാണ്. അത് അവർ ഉണ്ടാക്കുന്നതാണ്. തെർമോക്കോളിൻ്റെ പീസസ് വെച്ച് പിന്നെ അത് കവർ ചെയ്തെടുത്ത് ഒരു സംഭവമാണ്. ഇത് ഇവിടുന്ന് 2-3 കിലോമീറ്റർ ദൂരം അകത്തോട്ട് പോകുമെന്നാണ് പറയുന്നത്. അതായത് കടലിൻ്റെ അകത്തേക്ക് 2-3 കിലോമീറ്റർ പോകുമെന്നാണ് പറയുന്നത്. അവർക്കത് സേഫ് ആയിരിക്കും. നമുക്ക് കണ്ടാൽ തന്നെ പേടി വരും. നമുക്ക് കാണാം കടൽപ്പാലത്തിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് ഇവിടെയുണ്ട്. ആക്ച്വലി ഫുൾ തുരുമ്പാണ്, പക്ഷെ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ കടലിലിറങ്ങി കുളിക്കുന്നത് അപകടകരമെന്ന് ഇഷ്ടം പോലെ ഒരുപാട് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവരും ഇറങ്ങി കുളിക്കും. അതുകൊണ്ട് നിങ്ങൾ വരുന്നവർ അതുപോലെ സൂക്ഷിക്കണം. അപകടകരമാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ കളിച്ച് നമ്മൾ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടൽ കൊണ്ടുപോകും. എന്തൊക്കെയാണ് ഇവിടെ എന്നുള്ളതും നിങ്ങൾ വന്ന് എന്താ പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ കുറേ എന്താ പറയുന്ന സേവ് ദ ഡേറ്റും ഷൂട്ടിങ്ങൊക്കെ നടക്കുകയാണ്. ഇവിടെ കുറേ മരങ്ങളുടെ പീസസ് ഉണ്ട്, അത് നല്ല രസമുണ്ട്. അത് സേവ് ദ ഡേറ്റിനൊക്കെ വരാൻ വേണ്ടിയിട്ട് എല്ലാം സേവ് ദ ഡേറ്റ് ആണോ പ്രീ വെഡിങ് ആണോ പോസ്റ്റ് വെഡിങ് ആണോ എന്നറിയത്തില്ല, എല്ലാം ഉണ്ട്. നമ്മൾ മിക്കയിടത്ത് പോകുമ്പോഴും കാണുന്നത് പോലെ. എന്തായാലും കൊള്ളാം. ആ മരത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് കൊള്ളാം. നമ്മളിവിടെ വന്നപ്പം ഒരു ടീമിനെ പരിചയപ്പെട്ടു. ആദ്യം ആ ടീം എന്താണെന്നും ടീമിലുള്ളവരെയും നമ്മൾ അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എന്താണ് ടീമിന്റെ പേര്? വന്ന സമയത്ത് നമ്മള് ഷെയർ ചാറ്റിൽ ഇറങ്ങി. നമ്മളെല്ലാരും വോയിസ് കൊണ്ട് പരിചയപ്പെട്ട ആൾക്കാരാണ്. നമ്മളെല്ലാരും വോയിസ് കൊണ്ട് പരിചയപ്പെട്ട ആൾക്കാരാണ്. ഫസ്റ്റ് മീറ്റ് ആണ്. നിങ്ങളൊക്കെ എവിടെ നിന്നുള്ളവരാണ്? നമ്മളെല്ലാരും പാലക്കാട്, മലപ്പുറം. ഇതിന്റെ ഒരു ഉദ്ദേശം എന്തോ? പല ജില്ലയിലുള്ള ആൾക്കാർ വോയിസ് കൊണ്ട് പരിചയപ്പെട്ട ആൾക്കാർ നമ്മൾ എന്ത് സങ്കടത്തിന് നമ്മൾ ഗ്രൂപ്പ് കയറി കഴിഞ്ഞാൽ ഫുൾ എൻജോയ് ചെയ്യണം. ഇതിന്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ കേരളം ജസ്റ്റ് ആപ്ലിക്കേഷനാണ്, ഇന്ത്യൻ ആപ്ലിക്കേഷനാണ്, ഇന്ത്യൻ ആപ്പാണ്. അപ്പൊ നമ്മൾ വോയിസ് നമ്മൾ എല്ലാവർക്കും ഓരോ ഗ്രൂപ്പ് എടുക്കാം. ആർക്കും വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് എടുക്കാം. ഏജിന്റെ ഒന്നുമില്ല, ഏജ് ജസ്റ്റ് കാര്യമൊന്നുമില്ല. അക്കൗണ്ടാ ജസ്റ്റ് നമ്മൾ അബ്യൂസ് ആയിട്ട് അത് അപ്പൊ അങ്ങനെ ഏറ്റവും നല്ല ഗ്രൂപ്പാണ്.
നമ്മളെ പേരെന്തുകൊണ്ടാണ് ഈ പ്രേതാലയം നമ്മൾ ഈ ഷെർച്ചായിട്ട് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ എല്ലാവർക്കും ഓരോ പേരുണ്ട്. കൊച്ചി ബഡീസ്, അങ്ങനെ പ്രേതാലയം, അങ്ങനെല്ലാം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതൊരു ഗ്രൂപ്പാണ് പ്രേതാലയം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഷെർച്ചാറ്റിൽ ഇപ്പോ അല്ല പ്രേതമായിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. അടുപ്പുള്ളവർക്കാണോ ഇത്? ജസ്റ്റ് ഒരു പേര്. പിന്നെ പ്രോഗ്രാമും ഇതൊക്കെ ഉണ്ടാകുമ്പോ നമ്മളതിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ മീറ്റപ്പ് അല്ലാതെ എന്തൊക്കെയുണ്ട്? ചാരിറ്റി ഉണ്ട്. പിന്നെ മറ്റും കാര്യങ്ങളും ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് മെമ്പേഴ്സിന് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സഹായം ചെയ്യും. എല്ലാവരും കണ്ടിട്ട് സഹായം ചെയ്യും. പിന്നെ എന്തായാലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു ലിങ്ക് എനിക്ക് കൊണ്ട് തരാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജോയിൻ ചെയ്യട്ടെ. അല്ലേ? അതൊരു നല്ല കാര്യമല്ലേ? നല്ലതാണോ അല്ലെന്ന് അവര് തന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. വരുന്ന ഒരാൾ പറയണം. എന്തായാലും പരിചയപ്പെട്ടാലും സന്തോഷം. നിങ്ങളുടെ ലിങ്ക് എനിക്ക് തരാം. നമുക്കും തരാം. ചാനലിന്റെ പേര് ഏവിയേഷൻ മൈൻഡ്സ് 360. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമ്മള് പോയിട്ട് ഈ പാലത്തെ കൂടെ കയറി ഒരു റൗണ്ട് അടിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ കുറച്ചുപേരെ പരിചയപ്പെട്ടിരുന്നു. അവരുടെ ടീമിന്റെ പേര് പ്രേതാലയം എന്നാണ്. പക്ഷേ അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. പേര് മാത്രം പ്രേതാലയം എന്ന് അന്നേരം തോന്നിയപ്പോൾ അങ്ങ് ഇട്ടു. പക്ഷെ അതിപ്പോൾ ഒരു വലിയ ഗ്രൂപ്പാണ്. ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്, പാർക്കിംഗ് ഫീസുണ്ട്. കാറിന് 25 രൂപ, പിന്നെ വലുതാവുന്ന ഹെവി ആവുന്നതിനനുസരിച്ച് 60 രൂപ, പിന്നെ 85 രൂപ. അങ്ങനെയാണ്. നല്ല പാർക്കിങ്ങും ഉണ്ട്. ആക്ച്വലി ഒരുപാട് വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ട്, ചെറിയ ചെറിയ സ്നാക്ക് ബാർസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു ഏരിയ ആണ്. വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പം ബീച്ചിന്റെ അവിടുന്ന് ടൗൺ വഴി കയറി വീണ്ടും ബൈപ്പാസിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ബീച്ചിന്റെ അവിടുന്ന് ടൗണിൽ വന്നാൽ മാത്രമേ ബൈപ്പാസിൽ കയറാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ കറങ്ങി വരണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രാഫിക്കിന്റെ രീതി. അപ്പം നമ്മളിപ്പം കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ബൈപ്പാസിലോട്ട് റൗണ്ട് ചെയ്ത് കയറും. ഇനി ഞാൻ അധികം സംസാരിക്കത്തില്ല, കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാഴ്ച കാണാം. നമുക്കിവിടെ റിലയൻസ് മോള് കാണാം. നമ്മളിവിടെ വന്നിച്ച് റൈറ്റ് എടുക്കണം. നമ്മുടെ ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് യു ടേൺ ആണ് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ബൈപ്പാസിലേക്ക് കടന്നിരിക്കുകയാണ്.
അപ്പം ഇതാണ് നമ്മളിപ്പം കണ്ട പാലം, അതായത് ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസാണ്. അത് ഏകദേശം ഒരു 2 കിലോമീറ്റർ നീളമുണ്ട്. നല്ല 2 കിലോമീറ്ററോ അതിന് തൊട്ട് മുകളിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാനത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ല. അതാണ് ഈ കാണുന്നത്. ഞാൻ പിന്നെയും തിരിച്ചിവിടെ വന്നതാണ് ഒരു ഔട്ടർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള 360 കാഴ്ചകളുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും നന്ദി, നമസ്കാരം, ബൈ.